അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള തർക്കങ്ങൾ ജ്യോതിഷം എന്തു പറയുന്നു? ഇന്ന് നമ്മൾ ഏറ്റവും സെൻസിറ്റീവും എന്നാൽ സാർവത്രികവുമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് അമ്മായിയമ്മമാരും മരുമക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്? കൂടുതൽ പ്രാധാന്യത്തോടെ ഈ ബന്ധത്തെക്കുറിച്ച് ജ്യോതിഷം എന്തു പറയുന്നു? ജ്യോതിഷത്തിൽ അമ്മായിയമ്മ മരുമകൾ ബന്ധം കേവലം വൈകാരികമായ ഒന്നല്ല, അത് ആഴത്തിൽ കർമ്മബന്ധിതമാണ്. രണ്ട് സ്ത്രീകൾ ഒരേ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ഊർജങ്ങൾ, ഗ്രഹങ്ങളുടെ പാറ്റേണുകൾ, കഴിഞ്ഞ ജന്മങ്ങളിലെ പാഠങ്ങൾ എന്നിവ സ്വാഭാവികമായി പരസ്പരം പ്രതിപ്രവർത്തിക്കുകയും ചിലപ്പോൾ കൂട്ടിയിടിക്കുകയും ചെയ്യും. പ്രധാന ജ്യോതിഷപരമായ കാരണങ്ങൾ ഇതാ. 1. ചൊവ്വയുടെ കുജൻ ഊർജ സംഘർഷം. മാർസ് കുജ എനർജി ക്ലാഷ്. ചൊവ്വ ആധിപത്യം, അധികാരം, നിയന്ത്രണം, അഹങ്കാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അമ്മായിയമ്മ വർഷങ്ങളായി വീടിനെ ഭരിക്കുന്നു, അതുകൊണ്ട് ആ ഇടത്തിൽ അവരുടെ ചൊവ്വയുടെ ഊർജം ശക്തമായിരിക്കും. ഒരു പുതിയ സ്ത്രീ, മരുമകൾ, കടന്നുവരുമ്പോൾ അവരും സ്വന്തം ചൊവ്വയുടെ ഊർജം കൊണ്ടുവരുന്നു. ഇരു ജാതകങ്ങളിലും ചൊവ്വ ശക്തമാണെങ്കിൽ അത് ഇതിലേക്ക് നയിക്കുന്നു. അഹംഭാവപരമായ ഏറ്റുമുട്ടലുകൾ, വിയോജിപ്പുകൾ, മത്സരം, അധികാര വടംവലി. ഇതുകൊണ്ടാണ് കുജദോഷം അല്ലെങ്കിൽ ശക്തമായ ചൊവ്വയുടെ സ്ഥാനങ്ങൾ ചിലപ്പോൾ കുടുംബത്തിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്നത്. 2. ചന്ദ്രൻ, മനസ്സും വികാരങ്ങളും വ്യത്യാസങ്ങൾ. മൂൺ, മൈൻഡ് ആൻഡ് ഇമോഷൻസ് ഡിഫറൻസസ്. ചന്ദ്രരാശി വൈകാരിക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും യോജിക്കാത്ത ചന്ദ്രരാശികളാണെങ്കിൽ അവർ പരസ്പരം എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കർക്കടകരാശി ചന്ദ്രനുള്ള മരുമകൾ വൈകാരിക പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഒരു മകരരാശി ചന്ദ്രനുള്ള അമ്മായിയമ്മ അച്ചടക്കവും പ്രായോഗികതയും പ്രതീക്ഷിക്കുന്നു. ഫലം: വൈകാരികമായ പൊരുത്തക്കേട്, പതിവായ വിഷമങ്ങളും വേദനകളും. 3. കർമ്മബന്ധങ്ങളുടെ ഋണബന്ധം. കർമ്മിക് ഋണബന്ധം. വേദജ്യോതിഷം പറയുന്നത് വിവാഹങ്ങൾ രണ്ട് വ്യക്തികളെ മാത്രമല്ല, കഴിഞ്ഞ കർമ്മബന്ധങ്ങളുള്ള രണ്ട് കുടുംബങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. പലപ്പോഴും പഴയ കർമ്മങ്ങൾ വീട്ടാനായി ഒരു മരുമകൾ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിലെ പൂർത്തിയാകാത്ത പാഠങ്ങൾ പൂർത്തിയാക്കാൻ ഒരു അമ്മായിയമ്മ മരുമകളെ കണ്ടുമുട്ടുന്നു. ഈ കർമ്മബന്ധം ഒന്നുകിൽ സ്വാഭാവികമായ അടുപ്പം അല്ലെങ്കിൽ നിരന്തരമായ സംഘർഷം. ഇവയിൽ ഏതെങ്കിലും ഒന്ന്. അത് കർമ്മബന്ധത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. 4. ശനിയുടെ ക്ഷമയുടെ പരീക്ഷണം. ശനി ഭരിക്കുന്നത് കടമകൾ, ഉത്തരവാദിത്വങ്ങൾ, അച്ചടക്കം, ദീർഘകാല പാഠങ്ങൾ. ശനിയുടെ ദൃഷ്ടി മരുമകളുടെ 7ാം ഭാവത്തിലോ 4ാം ഭാവത്തിലോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ജാതകത്തിൽ ശക്തമായോ ഉണ്ടായാൽ ബന്ധം ഒരു എളുപ്പമുള്ള ബന്ധമാകാതെ ജീവിതപാഠമായി മാറും. ഇത് കൊണ്ടുവരുന്നത് തെറ്റിദ്ധാരണകൾ, അംഗീകരിക്കുന്നതിലെ കാലതാമസം, വൈകാരികമായ അകലം. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ കാലക്രമേണ ശനി ഈ ബന്ധത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. 5. റോൾ ഓവർലാപ്പ് ഊർജം. ജ്യോതിഷപരമായി അമ്മായിയമ്മ 4ാം ഭാവത്തെ വീട്ടിലെ മാതൃപരമായ അധികാരം പ്രതിനിധീകരിക്കുന്നു. മരുമകൾ 7ാം ഭാവത്തെ പങ്കാളിയുടെ ഊർജം പ്രതിനിധീകരിക്കുന്നു. 4ഉം 7ഉം ഭാവങ്ങൾ ജാതകങ്ങളിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പ്രാധാന്യത്തിനു വേണ്ടിയുള്ള മത്സരം, ഇടത്തിനായുള്ള പോരാട്ടം, തീരുമാനമെടുക്കുന്നതിലെ തർക്കം. അതുകൊണ്ടാണ് പാചകരീതി, ദിനചര്യകൾ അല്ലെങ്കിൽ കുടുംബ തീരുമാനങ്ങൾ പോലുമുള്ള ചെറിയ കാര്യങ്ങൾ വലിയ വാദങ്ങളായി മാറുന്നത്. 6. ശുക്രൻ vs ചന്ദ്രൻ സംഘർഷം. മരുമകൾ ശുക്രൻ ഭാര്യ ഊർജമായി പ്രവേശിക്കുന്നു. അമ്മായിയമ്മ ചന്ദ്രൻ അമ്മ ഊർജം വഹിക്കുന്നു. ഈ ഊർജങ്ങൾ പൊരുത്തപ്പെടാത്തതോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതോ ആണെങ്കിൽ ഇരുവർക്കും ഉപബോധപരമായി ഭീഷണി അനുഭവപ്പെടാം. വൈകാരികമായ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് അമ്മായിയമ്മ ഭയപ്പെടുന്നു. തന്റെ സ്നേഹത്തിന്റെ ഇടം നിരീക്ഷിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്നു എന്ന് മരുമകൾക്ക് തോന്നുന്നു. ഇത് ഇരുവശത്തും വൈകാരികമായ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. 7. രാഹുവിന്റെ സ്വാധീനം. കുടുംബഭാവങ്ങളുമായി ബന്ധപ്പെട്ട് രാഹു ഏതെങ്കിലും ജാതകത്തെ സ്വാധീനിച്ചാൽ അത് കൊണ്ടുവരുന്നത് തെറ്റിദ്ധാരണകൾ, അമിതചിന്ത, സംശയം, തെറ്റായ ആശയവിനിമയം. രാഹു ചെറിയ പ്രശ്നങ്ങളെ വലിയ ഡ്രാമകളായി മാറ്റുന്നു. ഓർക്കുക, യുക്തിപരമായി അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധങ്ങളുണ്ടാകുന്നത് വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, ശീലങ്ങൾ, പ്രതീക്ഷകൾ, വൈകാരിക ശൈലികൾ എന്നിവയുള്ള രണ്ട് സ്ത്രീകൾ ഒരേ ഇടമും ഉത്തരവാദിത്വങ്ങളും പങ്കിടുന്നതുകൊണ്ടാണ്. റോൾ ഓവർലാപ്പ് ചെയ്യുമ്പോഴും ആശയവിനിമയം വ്യക്തമല്ലാത്തപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ അവർ മോശമാളുകളായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വങ്ങളും ഊർജങ്ങളും കർമ്മങ്ങളും വ്യത്യസ്തമായതുകൊണ്ടാണ്. അവബോധം,
ക്ഷമ, വൈകാരിക പക്വത എന്നിവയിലൂടെ ഇതേ ബന്ധത്തെ ഐക്യത്തിലേക്കും പരസ്പര ബഹുമാനത്തിലേക്കും മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അമ്മായിയമ്മയുമായുള്ള ബന്ധം സമാധാനപരമാക്കാൻ ജ്യോതിഷ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ എനിക്കൊരു വീഡിയോ ചെയ്യാം. രണ്ടാം ഭാഗം വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.